സ്വാമിയെ ശരണമയ്യപ്പ. ഈ മന്ത്രം ഉരുവിട്ടുകൊണ്ട് ലക്ഷക്കണക്കിന് ഭക്തർ മല ചവിട്ടുന്നത് മോക്ഷത്തിന് വേണ്ടിയാണെങ്കിൽ ആ ഭക്തരുടെ വിശ്വാസത്തെ വിറ്റ് കാശാക്കാൻ വേണ്ടി ചിലർ ശബരിമലയിൽ കൂടുകൂട്ടിയിട്ടുണ്ട്. 1998 ഭക്തർ കണ്ടമിടറിക്കൊണ്ട് സമർപ്പിച്ച സ്വർണ്ണ കലശങ്ങൾ ഇന്നെവിടെയാണ്? കന്നിമൂല ഗണപതിക്കും മാളികപ്പുറത്തമ്മയ്ക്കും നാഗരാജാവിനും ചാർത്തിയ ആ പുണ്യം ഇന്ന് ഏത് ജില്ലയിലെ ഏത് നാട്ടിലെ തീയിൽ ഉരുകിത്തീർന്നു? കേരളം ഭരിക്കുന്ന പിണറായി സർക്കാർ നവോത്ഥാനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ അവരുടെ മൂക്കിന് താഴെ ശബരിമലയിലെ സ്വർണം കിലോ കണക്കിന് അതിർത്തി കടക്കുകയായിരുന്നു. ചെന്നൈയിലെ സ്വർണ്ണ മാഫിയയും ബെല്ലാരിയിലെ വമ്പന്മാരും കേരളത്തിലെ ചില വിശ്വാസ വഞ്ചകരും ചേർന്ന് നടത്തിയ ഈ കൊള്ളയുടെ ചുരുളഴിയുമ്പോൾ പുറത്തു വരുന്നത് വെറും മോഷ്ടാക്കളുടെ പേരൊന്നുമല്ല, മറിച്ച് അധികാരത്തിന്റെ തണലിൽ വളർന്ന ഒരു ഭീകരമായ അവിശുദ്ധ ബന്ധത്തിന്റെ കഥയാണ്. ഈ വീഡിയോ അവസാനിക്കുന്നത് വരെ നിങ്ങൾ കാണണം. കാരണം ഓരോ ദിവസം തോറും വലിയ വലിയ റിപ്പോർട്ടുകളാണ് ഇത് സംബന്ധിച്ച് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാണിക്കപ്പണത്തിന് കാവലിരിക്കേണ്ടവർ തന്നെ നടത്തിയ കൊള്ളയുടെ കഥയാണത്. നമസ്കാരം. കേരളത്തിൽ ഇപ്പോൾ വിപ്ലവ ഭരണമാണല്ലോ. ദൈവമില്ലെന്ന് ഉറച്ചു വിശ്വസിക്കുന്നവർ ഭരിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വത്തിന് എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കാൻ പാടില്ല. കാരണം ചോദിച്ചാൽ നമ്മൾ വർഗീയവാദികളാവും, ചിലപ്പോ അറസ്റ്റിലാവും. എല്ലാം ശരിയാക്കുമെന്ന് പറഞ്ഞുകൊണ്ട് വന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ശരിക്കും ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തരുടെ ആചാരങ്ങൾ ശരിയാക്കി, ശബരിമലയിൽ വരുന്നവർക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവരെ ശരിയാക്കി. ഇപ്പോൾ ഇതാ ഭഗവാന്റെ സ്വർണ്ണ കലശങ്ങളും സ്മാർട്ടായി ശരിയാക്കി എടുത്തിരിക്കുകയാണ്. ഒരു വശത്ത് ക്ഷേത്രങ്ങളിലെ പണമെടുത്ത് സർക്കാർ ഖജനാവ് നിറയ്ക്കാനായി വെമ്പൽ കൊള്ളുന്ന സർക്കാർ, മറുവശത്ത് ആ ക്ഷേത്രങ്ങളിലെ സ്വത്ത് കൊള്ളയടിക്കുമ്പോ മൗനവൽക്കരണത്തിന്റെ മതേതര മുഖം മൂടിയിരിക്കുകയാണ്. ശബരിമലയിലെ ഈ സ്വർണ്ണ കവർച്ച കേവലം ഒരു മോഷണമൊന്നുമല്ല, ഇതൊരു ഭരണകൂട തണലിൽ നടന്ന സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കൊള്ളയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന SIT റിമാൻഡ് റിപ്പോർട്ടുകളൊക്കെ വായിച്ചാൽ ഏതൊരു മലയാളി ഭക്തന്റെയും രക്തം തിളയ്ക്കും. പ്രതികളായ പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി, ഇവർ 3 പേരും തമ്മിലുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഏതാണ്ട് 20 വർഷത്തിലധികമായി ഇവർ ഈ പണി തുടങ്ങിയിട്ട്. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന പേരിൽ വന്ന ആ സ്ഥാപനം ശരിക്കും സ്മാർട്ട് ആയിരുന്നു. 2009 ഈ നാടകത്തിന്റെ ഏറ്റവും ക്രൂരമായ ഭാഗം അരങ്ങേറുന്നത്. അന്ന് ഉപക്ഷേത്രങ്ങളുടെ മേൽക്കൂരകൾ സ്വർണം പൂശാനായി ഈ ഒരു സംഘം ശബരിമലയിലേക്ക് എത്തുന്നു. സ്വർണം പൂശാൻ വന്നവർ അന്ന് അവിടെ ഉണ്ടായിരുന്ന പഴയ സ്വർണ്ണ കലശങ്ങൾ കടത്തിക്കൊണ്ടുപോയി. ഇങ്ങനെയാണ് അന്വേഷണ സംഘം പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, 2009 മുതൽ ഇത്രയും കാലം ഈ കൊള്ള ആരും അറിഞ്ഞില്ലേ? അതോ അറിഞ്ഞിട്ടും ആരെങ്കിലും വായ മൂടിക്കെട്ടിയതാണോ? പങ്കജ് ഭണ്ഡാരിയും ബെല്ലാരിയിലെ ഗോവർദ്ധനും തമ്മിലുള്ള ബിസിനസ് ബന്ധം വെറും സൗഹൃദമല്ല, അത് ശബരിമലയിലെ സ്വർണം ഒരുക്കിയെത്തുന്ന ലാഭവിഹിതത്തിന്റെ ബന്ധമായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവർ പുലർത്തുന്ന അടുത്ത ബന്ധം ഈ കൊള്ളയ്ക്ക് പവിത്രത നൽകാനാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ബെല്ലാരിയിലെ ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നും കണ്ടെടുത്തത് 470 ഗ്രാം സ്വർണമാണ്. പമ്പയിൽ നിന്നും ശബരിമലയിൽ നിന്നും കാണാതായ സ്വർണത്തിന്റെ ഭാഗമാണിതെന്ന് ഏകദേശം ഉറപ്പായിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ആലോചിക്കൂ, 98 മുതൽ കാണാതായ കലശങ്ങളുടെ കണക്കെടുത്താൽ അത് കിലോ കണക്കിനാണ് വരിക. അപ്പൊ ബാക്കി സ്വർണം എവിടെ പോയി? ഇവിടെയാണ് ഗോവർദ്ധന്റെ ഒരു തമാശ രൂപേണയുള്ള മൊഴി വരുന്നത്. താൻ സ്വർണം കവർന്നതിൽ കുറ്റബോധം തോന്നി 10 ലക്ഷം രൂപ അന്നദാനത്തിനായി നൽകിയെന്ന്. ഭഗവാന്റെ സ്വത്ത് കവർന്ന് ആ പണം കൊണ്ട് ഭക്തർക്ക് കഞ്ഞി വിളമ്പി പുണ്യം നേടാൻ നോക്കുന്ന ഇയാളുടെ ധൈര്യമൊക്കെ സമ്മതിക്കണ്ടേ? ഇതിനെയാണ് നമ്മൾ പിണറായി സ്റ്റൈൽ സോഷ്യലിസം എന്ന് വിളിക്കേണ്ടത്. ഒന്നുകിൽ കൊള്ളയടിക്കുക, അല്ലെങ്കിൽ കൊള്ളയടിക്കാൻ കൂട്ടു നിൽക്കുക, എന്നിട്ട് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് ഒരു വിഹിതം ചാരിറ്റിയാണെന്ന് പറഞ്ഞുകൊണ്ട് എറിഞ്ഞങ്ങ് കൊടുക്കുക. എന്തിനാണ് ഈ സർക്കാർ ശബരിമലയോട് ഇത്ര വലിയ ശത്രുത കാണിക്കുന്നത്, ക്രൂരത കാണിക്കുന്നത്? വിശ്വാസികളെ ലാത്തികൊണ്ട് നേരിടാൻ കാണിക്കുന്ന ആവേശം എന്തുകൊണ്ട് ഈ സ്വർണ്ണക്കൊള്ളക്കാരെ പിടിക്കാൻ കാണിച്ചില്ല? കാരണം കൂട്ടത്തിൽ തന്നെയാണ് കള്ളന്മാരുള്ളത്. കള്ളന്മാരുടെ ഒരു സങ്കേതമാണ് ഇന്നത്തെ മന്ത്രിമാർ. ഒരു വശത്ത് തൃപ്തി ദേശായിമാരെ വിമാനം കയറ്റിക്കൊണ്ടുവരാൻ പോലീസ് സംരക്ഷണം നൽകിയ മുഖ്യമന്ത്രി ഭഗവാന്റെ കലശം കടത്തിയ ഈ സ്വർണ്ണ മാഫിയയ്ക്ക് ഗ്രീൻ കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുകയായിരുന്നു. നമുക്കറിയാം, ശബരിമലയിലെ ആചാരങ്ങൾ തകർക്കാൻ കാണിച്ച ആ ഒരു ആവേശത്തിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ടായിരുന്നു. ഭക്തരെ ക്ഷേത്രത്തിൽ നിന്ന് അകറ്റുക, ക്ഷേത്ര ഭരണത്തിൽ രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റുക, അങ്ങനെ ആ പണം ദുരുപയോഗം ചെയ്യുക. 2 ഭരണം കൊണ്ട് ശബരിമലയെ ദ്രോഹിച്ച് നശിപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ നിയമനങ്ങൾ എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ. കാണിക്ക വഞ്ചിയിൽ ഭക്തർ ഇടുന്ന ചില്ലറ കാശ് പോലും എണ്ണി തിട്ടപ്പെടുത്താൻ 100 ക്യാമറകളും 100 ഉദ്യോഗസ്ഥരും ഉണ്ടാകും. പക്ഷേ കിലോ കണക്കിന് സ്വർണമുള്ള കലശങ്ങൾ കാണാതാകുമ്പോൾ എല്ലാവരും ഉറക്കത്തിലാണ്. എന്ത് മനോഹരമായ ഭരണമല്ലേ! ഈ കേസ് ഇപ്പോൾ ചെന്നൈയിലേക്ക് നീളുകയാണ്. ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രമുഖ വ്യവസായിയെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നാണ് SIT പറയുന്നത്.
ആരാണ് ഈ VVIP? ആരുടെയൊക്കെ ഇലക്ഷൻ ഫണ്ടിലേക്കാണ് ഈ സ്വർണം ഉരുകി ഉരുകി വീണത്? ചെന്നൈയിലെ ഈ വ്യവസായിക്ക് കേരളത്തിലെ ഭരണസിരാ കേന്ദ്രത്തിലുള്ളവരുമായി എന്ത് തരത്തിലുള്ള ബന്ധമാണുള്ളത്? അന്വേഷണം മുറുകുമ്പോൾ പല വമ്പൻ സ്രാവുകളും കുടുങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പക്ഷേ മുൻകാല അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ കേരളത്തിലെ പല കേസുകളും അവസാനിക്കുന്നത് അഡ്ജസ്റ്റ്മെന്റിലാണ്. സ്വർണ്ണക്കടത്ത് കേസും ലൈഫ് മിഷനും മാസപ്പടിയും ഒക്കെ എവിടെ എത്തിയോ അങ്ങോട്ടേക്ക് ഈ കേസിനെയും തള്ളാൻ സർക്കാർ ശ്രമിക്കുക തന്നെ ചെയ്യും. ശബരിമലയും ഒടുവിൽ അങ്ങനെ തന്നെയാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും സംഘത്തെയും ബലിയാടാക്കി മുകളിലുള്ള രാഷ്ട്രീയ യജമാനന്മാരെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടോ എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ശബരിമലയിൽ ഒരു കല്ല് മാറ്റണമെങ്കിൽ പോലും ദേവസ്വം ബോർഡിന്റെ അനുമതി വേണം. അപ്പൊ സ്വർണ്ണ കലശങ്ങൾ ഊരിയെടുത്ത് കൊണ്ടുപോകുമ്പോൾ ബോർഡ് ഭാരവാഹികൾ എവിടെയായിരുന്നു? എങ്ങോട്ട് നോക്കിയിരിക്കുകയായിരുന്നു? സർക്കാരിന്റെ നോമിനികളായി അവിടെ ഇരിക്കുന്ന രാഷ്ട്രീയക്കാർ എന്താണ് ചെയ്തിരുന്നത്? വർഷങ്ങളായി ഈ കൊള്ള നടന്നിട്ടും ഓഡിറ്റിംഗിൽ ഇത് ശ്രദ്ധിക്കപ്പെട്ടില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസം തന്നെയാണ്. മറിച്ച് ഇത് കൃത്യമായ പ്ലാനിങ്ങിലൂടെ നടന്നതാണ്. പങ്കജ് ഭണ്ഡാരിയുടെ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിന് മാത്രം എങ്ങനെയാണ് ഈ കരാറുകൾ വീണ്ടും വീണ്ടും ലഭിച്ചത്? ആരുടെ ശുപാർശയായിരുന്നു ഇതിന് പിന്നിൽ? ഇതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്തിയാൽ പലരുടെയും മന്ത്രിസഭയിലെ കസേരകൾ വരെ ഇളകിയിരിക്കും. ഹിന്ദു ക്ഷേത്രങ്ങൾ ഈ സർക്കാരിന് വെറും ഒരു വരുമാന മാർഗം മാത്രമാണ്. കോടിക്കണക്കിനല്ലേ ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വഖഫ് ഭൂമിയുടെ കാര്യത്തിലോ മറ്റ് ആരാധനാലയങ്ങളുടെ കാര്യത്തിലോ ഒന്നും സർക്കാർ കാണിക്കുന്ന ആ ഒരു മര്യാദ എന്തുകൊണ്ട് ശബരിമലയുടെ കാര്യത്തിൽ കാണിക്കുന്നില്ല? ഒരു വശത്ത് പ്രീണനം, ഇവിടെ ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പും കൊള്ളയും. വിശ്വാസികളെ വർഗീയവാദികളായി മുദ്രകുത്തി അവരുടെ നെഞ്ചിൽ ചവിട്ടി മതേതരത്വം പ്രസംഗിക്കുന്നവർ ഒരു കാര്യം ഓർക്കുക, ആ ഭക്തർ നൽകുന്ന ഓരോ രൂപയും ഭഗവാന്റേതാണ്. അത് അപഹരിക്കുന്നവന് ശിക്ഷ ലഭിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ചിലർ അനുഭവിക്കുന്നത് കാണുന്നുണ്ടല്ലോ. 10 ലക്ഷം രൂപ അനുദാനത്തിൽ നൽകി പാപപരിഹാരം നേടാൻ നോക്കുന്ന ഗോവർദ്ധൻ ഒരു പ്രതീകം മാത്രമാണ്. ഭക്തരെ വഞ്ചിച്ച് സ്വർണം കടത്താൻ കൂട്ടുനിന്ന ഭരണാധികാരികൾക്ക് ഏത് കടലിൽ മുങ്ങിയാലാണ് പാപം തീരുക? ശബരിമലയെ തകർക്കാൻ നിങ്ങൾ പ്ലാനുകൾ തയ്യാറാക്കുമ്പോൾ അയ്യപ്പൻ തന്റെ സ്വത്ത് കാക്കാനായി ആരുടെയൊക്കെയോ നാവിലൂടെ സത്യം പുറത്ത് പറയിക്കുകയാണ്. അതാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് വെറും ഒരു വാർത്തയല്ല, ഇതൊരു പോരാട്ടമാണ്. നമ്മുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെടുമ്പോൾ, നമ്മുടെ വിശ്വാസം വിപണനം ചെയ്യപ്പെടുമ്പോൾ നമ്മൾ മിണ്ടാതിരുന്നാൽ നാളെ ചരിത്രം നമ്മളെ നോക്കി പരിഹസിക്കും. 470 ഗ്രാം സ്വർണം കിട്ടി എന്ന് പറഞ്ഞ് നമ്മളെ സമാധാനിപ്പിക്കാൻ പിണറായി പോലീസ് നോക്കണ്ട. നഷ്ടപ്പെട്ട കിലോ കണക്കിന് സ്വർണം എവിടെ? ആർക്കൊക്കെയാണ് ഇതിൽ വിഹിതം കിട്ടിയത്? ചെന്നൈയിലെ ആ വലിയ സ്രാവിനെ ചോദ്യം ചെയ്യുമ്പോൾ പിണറായി വിജയന്റെ സ്വർണ്ണക്കടത്ത് ബന്ധങ്ങൾ വീണ്ടും പുറത്തു വരുമോ എന്ന് നമുക്ക് കാണാം. വിശ്വാസികളെ ദ്രോഹിച്ചുകൊണ്ട് അധികാരം നിലനിർത്താമെന്ന് ആരും കരുതണ്ട. ശബരിമലയിലെ ഓരോ തരി മണ്ണും സത്യത്തിന് സാക്ഷിയാണ്. നിങ്ങൾ എന്ത് കരുതുന്നു? ഈ 3 പേർ മാത്രമായിരിക്കുമോ ഈ മഹാകൊള്ളയ്ക്ക് പിന്നിലുള്ളത്? അതോ ഇതിന്റെ ഗുണഭോക്താക്കൾ നമ്മുടെ മന്ത്രിസഭയിലേക്കും വിരൽ ചൂണ്ടുമോ? വമ്പൻ സ്രാവുകൾ ഇനിയും കുടുങ്ങുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും ഗോവർദ്ധന്റെ ജ്വല്ലറിയിൽ നിന്നും കിട്ടിയ ആ സ്വർണം മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.